മീൻ കറിക്കുള്ള മല്ലിപ്പൊടി വറക്കണ തിരക്കാണ്. ഇനിയിപ്പോൾ ഇതിലെന്താ ഇടുക? മുളക് കിട്ടണം അല്ലേ? തനിച്ചാണ് വറുക്കണത് അല്ലേ മുളക് പൊടി? ഞാൻ വീട്ടിൽ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കരുത്. ഇപ്പോൾ മല്ലി നന്നായി തലിച്ച് മൂപ്പിച്ചെടുക്കും. ഇപ്പം മുളക് പൊടി തനിയെ വറുക്കണല്ലേ. മീൻ മസാല ആയിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ അരയ്ക്കുന്നത് കൊണ്ട് എന്താ അതിന്റെ നല്ല കൊഴുപ്പ് കിട്ടാനാണ്. ഇപ്പൊ തന്നെ ഒരു കുറുകിയ മട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയും കൂടി അരയ്ക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. തേങ്ങയ്ക്ക് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. മുളകും മല്ലി വറുത്ത് വെച്ചിട്ടുണ്ട്. മുളകും മല്ലി വറുത്തത് അതും ചേർത്തിപ്പോൾ തന്നെ. ഇനി നമ്മൾ തേങ്ങയും കൂടി അരച്ച് ചേർത്ത് എന്നിട്ടൊക്കെ ആയിരിക്കില്ലേ മീൻ ഉണ്ടാവുക. നമുക്കിത് കുറച്ച് കുറുകിയ മതിയല്ലോ. കുറച്ചും കൂടി പുളി വെച്ച് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു കുറുകിയ മട്ടുണ്ട്. ഇനി നമ്മളിതിൽ തേങ്ങയും കൂടി ചേർക്കും. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു പ്രത്യേക മസാല ചേർത്തെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് പറഞ്ഞറിയിക്കാൻ നല്ല സ്മെല്ല് വരുന്നുണ്ട്. തേങ്ങ ഇട്ട തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലക്കാടന്മാരുടെ ഒരു സ്റ്റൈലാണ്. തേങ്ങ സ്റ്റൈലിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിട്ടാ മീൻ പൊടി കാണില്ല നമുക്ക് വിളിക്കാണ്ടേ. മീൻ പിടിക്കാൻ ടേസ്റ്റ് ഉണ്ടായില്ല. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം.